എല്ലാവർക്കും സാദര പ്രണാമം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് സ്വാമിജി മറ്റനവധി വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ദായിത്വം കുറച്ചുകൂടി ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ തന്ത്രി സംസാരിച്ചപ്പോൾ കേട്ടത് ക്ഷേത്രം എന്താണ് എന്ന് സൂചിപ്പിച്ചു. ദേവന്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ തന്ത്രശാസ്ത്ര വിധി പ്രകാരം നമ്മളുടെ എല്ലാം ഉന്നതിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ എപ്രകാരമാണ് ആരാധന നടത്തേണ്ടത് എന്നുള്ളതും ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഈ ക്ഷേത്രത്തെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ക്ഷേത്രം സ്ഥാപിച്ചു, അവിടെ ആരാധന നടത്തി. ഈ ക്ഷേത്ര ചൈതന്യ വർധനവിന് വേണ്ടി അവിടെ നടത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതും നമ്മളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ഹിതത്തിനു വേണ്ടി, സുഖസമൃദ്ധിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ ക്ഷേത്രം കൃത്യമായി നമ്മളുടെ സമൃദ്ധിക്ക് ഉതകും വണ്ണം ഉപയോഗിക്കുകയും അവിടുത്തെ ചൈതന്യവർദ്ധനവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ കാലവും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ചുമതല നമുക്ക് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ക്ഷേത്ര ചൈതന്യ വൃദ്ധി ഉണ്ടാകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിനു വേണ്ടി അനിവാര്യമായിട്ട് നടത്തപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കുറച്ച് സമയം കൊണ്ടൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിന് 5 കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കേണ്ടത്, ക്ഷേത്ര ചൈതന്യ വർധനവിന് വേണ്ടിയിട്ട്. ഇന്നലെ ക്ഷേത്ര ആരാധനയ്ക്ക് നടത്തപ്പെടേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് പറയുണ്ടായി. എല്ലാവരും അത് സ്മരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. വന്ദനം, പ്രദക്ഷിണം, നമസ്കാരം, സ്തോത്ര പഠനം, പ്രസാദ സ്വീകരണം. എപ്രകാരമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് തന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത് ഞാൻ അവിടെ കേട്ടിരുന്നു. അപ്പൊ അതൊക്കെ ശ്രദ്ധാപൂർവം മനസ്സിലുണ്ടായിരിക്കണം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ. അപ്പൊ അതേപോലെ മറ്റൊരു 5 കാര്യം, ക്ഷേത്രത്തിൽ ആ ദേവി ദേവ ചൈതന്യം എപ്രകാരമാണ് ഈ സമൂഹത്തിന് ഹിതകരമാകും വണ്ണം അതിനെ നമുക്ക് വൃദ്ധിപ്പെടുത്താൻ സാധിക്കുക. പല കാരണങ്ങളെ കൊണ്ട് ചൈതന്യക്ഷയം ഉണ്ടാകും. ആ ചൈതന്യക്ഷയം ഉണ്ടാകുമ്പോൾ ചൈതന്യം ക്ഷയിക്കുകയല്ല സത്യത്തിൽ. ആ ചൈതന്യം നമുക്ക് അനുഭവവേദ്യമാകാൻ പറ്റാത്തവണ്ണം മറ്റു ചില തടസ്സങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. നമ്മൾ പലപ്പോഴും പറയും, വെയിൽ മാറിയിട്ട് ഇങ്ങനെ തണൽ വരുന്ന സമയത്ത് സൂര്യന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതിനിടയിൽ സംഭവിക്കുന്നത് എന്താ? ചില മേഘങ്ങൾ വന്നത് മറച്ചു കളയും ആ സൂര്യന്റെ പ്രകാശത്തെ. അതുകൊണ്ട് തീവ്രമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. ഇപ്രകാരം ആണ് ചൈതന്യത്തിനല്ല ക്ഷയം ഉണ്ടാകുന്നത്. ആ ചൈതന്യം ഭക്തരായിട്ടുള്ള നമുക്ക് അനുഭവവേദ്യമാക്കുന്നതിന് തടസ്സമായിട്ട് മറ്റു പല കാരണങ്ങളുണ്ടാവും. അപ്പൊ ആ കാരണങ്ങളെ മാറ്റേണ്ടതുണ്ട് കാലാകാലങ്ങളിൽ. അപ്പൊ അതിന് 5 കാര്യങ്ങളാണ് പറയുന്നത്. ആചാര്യ തപസ ആംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചധ എന്നാണ്. ആചാര്യ തപസ, ആചാര്യന്റെ തപസ്സുകൊണ്ട്. ആചാര്യൻ എന്ന് പറയുമ്പോൾ ആചാര്യനാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഈ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞു, അതിനോടനുബന്ധിച്ചുള്ള ഒരു 6-7 ദിവസമൊക്കെ അദ്ദേഹത്തെ ഇവിടെ കാണുള്ളൂ. അതിനുശേഷം പിന്നെ പ്രതിഷ്ഠാദിനം വരുമ്പോഴോ ഉത്സവം വരുമ്പോഴൊക്കെ കാണുള്ളൂ നമ്മൾ. പക്ഷെ ആചാര്യൻ ബാക്കിയുള്ള സമയം മുഴുവൻ തന്നാൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തിന് വൃദ്ധി ഉണ്ടാവാൻ പാകത്തിനുള്ള തപസ് ജീവിതം മുഴുവനുമായിട്ട് അദ്ദേഹം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടായിരിക്കില്ല എന്ന് മാത്രം. അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്തായിരിക്കും ആ സാധനയൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടാവുക.
അപ്പൊ ആചാര്യന്റെ തപസ്സുകൊണ്ട് ക്ഷേത്ര ചൈതന്യ വൃദ്ധി ഉണ്ടാവും. ആചാര്യന് തപസ്സിൽ ലോപം സംഭവിച്ചാൽ, പലപ്പോഴും നമ്മൾ അങ്ങനെ ഈ ആചാര്യന്മാര് ഒക്കെ പലവിധമാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ആചാര്യന്റെ തപസ് ഏറ്റവും പ്രധാനമാണ്. അവിടെ ആ ക്ഷേത്ര ചൈതന്യം സ്ഥാപിക്കപ്പെടുന്നതിനും അതിന് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും. ആചാര്യൻ എന്ന് പറയുമ്പോൾ ആചിനോതിഹി ശാസ്ത്രാർത്ഥാൻ ആചാര്യ സ്ഥാപയിത്യവി സ്വയമേവ ആചരത്തെ യസ്മാത് തസ്മാത് ആചാര്യ ഉച്യത്തെ. പദത്തിന്റെ വിൽപ്പത്തി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാ പറയാറ്. ആചിനോതിച്ച ശാസ്ത്രാർത്ഥാൻ, ശാസ്ത്രങ്ങളുടെ അർത്ഥത്തെ, ശാസ്ത്രത്തിന്റെ ആന്തരികമായിട്ടുള്ള ആശയങ്ങളെ മനസ്സിലാക്കിയെടുത്ത് ആചാരെ സ്ഥാപയിത്യപി, ആചരണങ്ങളിലേക്ക് ഉൾപ്പെടുത്തി. നമ്മൾ പറയില്ലേ, ക്ഷേത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ തന്ത്രിയോട് ചോദിക്കണം എന്നൊക്കെ പറയുമല്ലേ, ആചരണങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിലൊക്കെ. കാരണം എന്താ വെച്ചാല് ശാസ്ത്രം ശാസിക്കപ്പെട്ടതാണ്. വരുന്ന തലമുറകൾക്ക് ഹിതമാകട്ടെ എന്ന് കരുതി സത്യത്തെ ദർശിച്ച പൂർവികന്മാര് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ആ ശാസ്ത്രം ദേശകാല അവസ്ഥയ്ക്കനുസരിച്ച് പ്രയോഗിക്കപ്പെടണം. അപ്പോ ആ ദേശകാല അവസ്ഥയ്ക്കനുസരിച്ച് ശാസ്ത്രോക്തമായിരിക്കുന്ന ആശയങ്ങളെ മനസ്സിലാക്കി പ്രയോഗിക്കുക എന്നുള്ളത് ആചാര്യന്റെ ചുമതലയിൽപ്പെട്ടതാണ്. ഓരോ സ്ഥലങ്ങളിലും ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ കഴിയുമ്പോൾ, പതിവ് നിശ്ചയിക്കുമ്പോഴും ആചാരങ്ങളൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് ഈ ശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണ് ആചാര്യൻ അത് പറയുന്നുണ്ടാവുക. അപ്പൊ ശാസ്ത്ര തത്വങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആചരണങ്ങളിലേക്ക് സ്ഥാപിക്കുക, അതിന് വലിയ പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഈ ആചരണങ്ങളിലേക്ക് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ആചാരഹീനം ന പുനന്തി വേദാഹ എന്ന് പറയും. വേദങ്ങൾ നമ്മുടെ പൂർവികർ കണ്ടെത്തി തന്നിരിക്കുന്ന സത്യങ്ങൾ, അറിവ്, ഇത് ആചരിക്കുന്നവർക്ക് മാത്രമേ പ്രയോജനപ്പെടുള്ളൂ അത്രേ. ആചാരഹീനന്മാരെ വേദങ്ങൾ രക്ഷിക്കുകയില്ല. വേദം എന്ന് പറയുന്നത് വേദോഖിലോ ധർമ്മമൂലം എന്ന് നമ്മൾ പറയും. ധർമ്മത്തിന്റെ തത്വങ്ങളെ നമുക്ക് ഉപദേശിക്കുന്നതാണ് വേദങ്ങൾ. ഈ വേദങ്ങളെ നമ്മൾ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. ആ വേദം നിങ്ങളെ രക്ഷിക്കില്ല എന്നാണ് ആചാര്യൻ പറഞ്ഞതിന്റെ ഒരർത്ഥം. പിന്നെ എന്തു വേണം? ആ വേദത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ആചരണങ്ങൾ, പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നുണ്ടായാൽ മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കും, നിങ്ങൾ എന്നല്ല കേട്ടോ, നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും, അതായത് വ്യക്തിക്കും സമൂഹത്തിനുമെല്ലാം ഹിതമാവുകയുള്ളൂ. അതിനെന്തു വേണം? വേദമന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് പഠിച്ചാൽ മാത്രം പോരാ. എന്താണോ ആചാര്യൻ പറഞ്ഞത് അതനുസരിച്ച് ജീവിതത്തിൽ പ്രവൃത്തി ചെയ്യണം. നമുക്ക് വിശക്കുന്നു എന്ന് വരികിൽ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം പാകം ചെയ്യുന്നു. എന്തൊക്കെ സാധനങ്ങൾ അതിന് വേണ്ടതെന്ന് നമ്മൾ നിശ്ചയിച്ചു. ആ ഭക്ഷണം പാചകം ചെയ്തതായിട്ട് സങ്കല്പിച്ചു, ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചു. എന്നിട്ട് ആ ഭക്ഷണമൊക്കെ നമ്മളിങ്ങനെ മൂക്കുമുട്ടെ കഴിക്കുന്നതായിട്ട് സങ്കല്പിച്ചു. വിശപ്പ് മാറുമോ? മാറാൻ സാധ്യത കുറവാണ് അല്ലെ? ഇതൊക്കെ ഓർത്ത് വെള്ളം ഇറക്കിയിട്ട് ചിലപ്പോൾ വയറ് നിറയായിരിക്കും. അപ്പൊ എന്തു വേണം? ഇത് ആചരിക്കണം. ഈ പറഞ്ഞ സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ച് ഭക്ഷണം പാചകം ചെയ്ത് അത് വിളമ്പി വെച്ച് കഴിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ വിശപ്പ് മാറുന്നുള്ളൂ, നമ്മുടെ ശരീരത്തിന് ഹിതമായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കേവലം ഇങ്ങനെയുള്ള ആശയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത് കൊണ്ടായില്ല, അത് നമ്മുടെ ആചരണത്തിൽ വരണം. വൈയക്തികമായിട്ടുള്ള ആചരണത്തിൽ. ക്ഷേത്രമൊക്കെ നമ്മൾ ഉണ്ടാക്കി വലിയ സമ്പത്തൊക്കെ ചെലവഴിച്ചിട്ടാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അതിന്റെ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവില്ല. അപ്പൊ പ്രയോജനപ്പെടുമോ? പെടില്ല. അപ്പൊ ക്ഷേത്രത്തിൽ ഇന്നലെ തന്ത്രി സൂചിപ്പിച്ചതുപോലെയുള്ള ആചരണങ്ങൾ നമ്മൾ നടത്തിയാൽ, ഇങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് ഇവിടെ ഇരുന്ന് ചില ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തിയാൽ മാത്രം. സ്വാമിജി സംസാരിക്കുമ്പോഴും നമ്മൾ പലതും കേട്ടായിരുന്നു അല്ലെ.
മിനിഞ്ഞാന്നാണ് ഇന്നലെ തന്നെ ഞാനത് കേട്ടത്. നമ്മുടെ വീടുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ വിവാഹവേദികളിൽ വന്നിരിക്കുന്ന ആചരണങ്ങളിലെ മാറ്റങ്ങൾ കേവലം ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതാണ് ജീവിതം എന്ന് ഇപ്പോൾ കൽപ്പിക്കുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ച് സുപ്രജകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുന്നു, രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുന്നു, രണ്ട് സമൂഹങ്ങൾ ഒരുമിച്ച് ചേരുന്നു, അല്ലെ? ഇങ്ങനെ നല്ല പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് ധർമ്മിഷ്ഠരായി അവരെ വളർത്തി ഈ സമൂഹത്തിലുള്ള സമാധാനത്തെയും സന്തോഷത്തെയും നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടിയാണ് എന്നുള്ള സങ്കല്പമുണ്ട് അവിടെ. ഇപ്പൊ അതിനെയൊക്കെ പലപ്പോഴും മാറ്റിയിട്ട് കുടുംബം എന്നുള്ളത് ആവശ്യമില്ലാത്തതാണ്, രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചാൽ മതി, ആനന്ദം കണ്ടെത്തലാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ള പുതിയ വോക്കിസം, പുതിയ ആശയങ്ങൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ പുതിയ തലമുറ അതിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പുതിയ തലമുറയെ കുറ്റപ്പെടുത്തും. ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയാണ് മാഷെ, എന്താ ഇവരിങ്ങനെ ആയത്? ഇത് ചോദിക്കേണ്ടത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ തലമുറ ഇങ്ങനെ ആയത് എന്നുള്ളത്, അല്ലേ? എങ്ങനെയാ നമ്മളൊക്കെ ജനിച്ചു വളർന്നു വരുന്ന സമയത്ത് ഭാഷ പഠിക്കുന്നത്, വ്യവഹാരബോധം പഠിക്കുന്നത്, ധാർമ്മിക ബോധം ഉണ്ടാവുന്നതൊക്കെ എങ്ങനെയാ? നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പുതിയ തലമുറയ്ക്ക് അവ ഇല്ല എന്ന് നമ്മൾ ആക്ഷേപിക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ മാതൃകയായിട്ട് അത് കാണിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ രാമായണ മാസം വന്ന സമയത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണങ്ങളിൽ പോകുന്ന സമയത്ത് ആദ്യം ഞാൻ ചോദിച്ചിരുന്ന ചോദ്യം, 50 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാനാണ് പറയാറ്. അധികം പേരൊന്നും കൈപൊക്കാറില്ല. 50 വയസ്സിന് മുകളിലുള്ളവർ കൈപൊക്കാൻ പറഞ്ഞാൽ പൊക്കാനൊരു മടി ഉണ്ടാവും, അല്ലേ? കാരണം അത് അറിയാതിരിക്കാനാണ് നമ്മൾ ഈ പൊടിയൊക്കെ കലക്കി തലയിലൊക്കെ തേച്ചിട്ട് വരുന്നത്. പക്ഷെ ഞാൻ താഴെന്നാ ചോദിക്കാറ്, അധികം കൈ പൊങ്ങാറില്ല. കാരണം ഇതൊക്കെ വയസ്സാം കാലത്ത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് രാമായണമൊക്കെ, ചെറുപ്പത്തിലല്ല എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. പക്ഷേ ധാർമ്മിക ബോധമുണ്ടാക്കി എങ്ങനെയാണ് സുഖകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് രാമായണ മഹാഭാരതാദി ധർമ്മഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് ഈ തലമുറയായതുകൊണ്ട്, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമൊക്കെ ആയതുകൊണ്ട് ലോകത്തുള്ള എല്ലാ അറിവുകളും അവരുടെ വിരൽത്തുമ്പിലുണ്ട്. കേവലം നമ്മൾ അങ്ങനെ ചെയ്യൂ എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് അവർ ചെയ്തുകൊള്ളണം എന്നില്ല. യുക്തിസഹമായിട്ട് അവരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കപ്പെടണം. കാരണം യുക്തി വിചാരത്തിൽ നമ്മളെക്കാൾ മുന്നിലാണവർ. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടാൽ അവർ ഈ ധർമ്മഗ്രന്ഥങ്ങളിലേക്ക് വരുമായിരുന്നു. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധർമാചരണം, അധർമാചരണം, അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ അവരതിൽ നിന്ന് മനസ്സിലാക്കുമായിരുന്നു. അതിനു വേണ്ടിയാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ ഇങ്ങനെ ഇപ്പൊ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇവിടുത്തെ ആചരണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മക്കളെ ഇവിടെ കൊണ്ടുവരണം, അവരെ ഈ ആചരണത്തിൽ പങ്കാളികളാക്കണം. ഇവിടുത്തെ സത്സംഗങ്ങളിൽ പറയപ്പെടുന്ന ആശയങ്ങൾ അവർ കേൾക്കട്ടെ. നമുക്ക് കേൾപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അറിവ് നമുക്ക് പകരാൻ സാധ്യമല്ല. ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അറിവ് സ്വയം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇത് കേട്ടില്ലെങ്കിലോ, ആരെങ്കിലും പറയുന്ന കാര്യങ്ങളാണ് സത്യമെന്ന് വിചാരിക്കും, ഈ കുടുംബത്തെയൊക്കെ തകർത്ത് കളയാൻ വേണ്ടി ശ്രമിക്കും. പേരിൽ മൈത്രിയുമായിട്ട് നടക്കുന്നവർ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. കുടുംബം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള ചോദ്യം പോലും ചോദിച്ചാൽ നമ്മൾ പറയും, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് മാഷേ കുടുംബം. ഇപ്പൊ കൂടാതിരിക്കുമ്പോഴോ കമ്പം. ഇനി കൂടിക്കഴിഞ്ഞാലോ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഭൂകമ്പം. ഇതൊന്നുമല്ല, കുടുംബ ധാരണേ എന്നുള്ള സംസ്കൃത ധാതുവിൽ നിന്നാണ് കുടുംബം എന്നുള്ള വാക്കുണ്ടാവുന്നത്. നമ്മുടെ വിഷയം കുടുംബമല്ല കേട്ടോ, സാന്ദർഭികമായിട്ട് കിട്ടിയ അവസരത്തിൽ പറഞ്ഞു പോയിന്ന് മാത്രം. ധരിക്കുന്നത് കൊണ്ട്, ധർമ്മത്തെ ധരിക്കുന്നത് കൊണ്ട്, നിലനിർത്തുന്നത് കൊണ്ട് ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു വ്യക്തി, മറ്റൊന്ന് കുടുംബം, അടുത്തത് സമൂഹം. വേണമെങ്കിൽ നമ്മളിപ്പോൾ രാഷ്ട്രം, അതിരുകൾ തിരിച്ചിട്ടുണ്ടല്ലോ, രാഷ്ട്രം എന്ന് പറയാം. അതിനും അപ്പുറത്ത് പ്രപഞ്ചം എന്നുള്ളൊരു തലത്തിലും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ ഓരോ തലങ്ങളിലും ശ്രദ്ധിക്കപ്പെടേണ്ട
ധാർമ്മിക തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ കേവലം ഇൻഫർമേഷനായിട്ട് കൈമാറിയാൽ പ്രയോജനപ്പെടുകയില്ല. ആചരണങ്ങളിലേക്ക് അവ സ്ഥാപിച്ചാൽ അത് എന്താണെന്ന് അറിഞ്ഞോ അറിയാതെയോ ആചരിക്കുമല്ലോ എന്നാണ് നമ്മുടെ പൂർവികർ വിചാരിച്ചത്. പാരസെറ്റമോൾ വാങ്ങിച്ചു കഴിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് കുറയുന്നത് എന്ന് അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും കുറയാറില്ലേ? എണ്ണം കൂടരുതെന്ന് മാത്രം അല്ലേ? അപ്പൊ മുഴുവൻ ചൂടും ചിലപ്പോൾ കുറഞ്ഞു പോകും എന്നതുപോലെയാണ് ഈ ആചരണങ്ങൾ നമ്മുടെ ഗുരുക്കന്മാര് നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്താൽ അതിന്റെ പ്രയോജനം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോ ആചാര്യന്റെ ചുമതല ഇതാണ്. ഈ തത്വങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും ആചരണങ്ങളിലേക്ക് അവയെ സന്നിവേശിപ്പിക്കുക. കാലാകാലങ്ങളിൽ, നേരത്തെ പറഞ്ഞു ദേശകാല അവസ്ഥയ്ക്ക് അനുസരിച്ചാണെന്ന് പറഞ്ഞു. ഈ കാലം മാറുമ്പോൾ അത് പരിഷ്കരിക്കേണ്ടത് ഉണ്ട്. പരിഷ്കരിക്കേണ്ടത് കോടതിയും പോലീസും ഒന്നുമല്ല എന്ന് മാത്രം. ഈ ശാസ്ത്ര തത്വങ്ങൾ അറിഞ്ഞിട്ടുള്ള ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് ഈ ആചരണം നമുക്കൊന്ന് പരിഷ്കരിക്കാം. അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ പരിഷ്കരണങ്ങൾ, സ്വയം പരിഷ്കരിക്കപ്പെടുന്നതാണ് നമ്മുടെ ധർമ്മത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ആചാര്യന്മാരുടെ ചുമതലയാണ് അവരങ്ങനെ പരിഷ്കരിച്ച് തരുന്ന ആചരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രഭാഷണമൊക്കെ സ്വാമിയൊക്കെ ഇങ്ങനെ ധാരാളം പറഞ്ഞു ശീലിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ ചില തമാശയൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാം രസമായിട്ടൊക്കെ തോന്നില്ലേ? അത് കഴിയുമ്പോൾ സ്വാമി ഗംഭീരമായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. ചിലപ്പോൾ ഇങ്ങനെ തന്ത്രിയുടെ അടുത്ത് പറയും നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ഈ ധർമ്മത്തിന്റെ ഒരു അല്പമെങ്കിലും നമ്മൾ അനുഷ്ഠിച്ചാൽ ജീവിതത്തെ വലിയ ഭയങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കും എന്നാ പറയാ. അപ്പൊ ഇത് ആചരണത്തിൽ ഉണ്ടാവുക എന്നുള്ളതിലാണ്. ധർമ്മത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല നമുക്ക്, പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാണ്ട് ജീവിക്കുക. ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ധർമ്മം എന്നുള്ള തത്വത്തെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് ഗുരുദേവനാണ്. എന്താ? അവനവൻ ആത്മ സുഖത്തിന് ആചരിക്കുന്നവ അപരനും സുഖത്തിനായിട്ട് വരണം. നമ്മളെല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളല്ലാന്നൊക്കെ പറയും. ചോദിച്ചാൽ, പ്രത്യേകിച്ച് കുടുംബടക്കം വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ, അമ്മമാരോടൊക്കെ ചോദിച്ചാൽ എന്തു പറയും? ഞാൻ എൻ്റെ ഭർത്താവിന്റെ സുഖത്തിന് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിതം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിലാണ് നമ്മുടെ സുഖം നമ്മൾ കണ്ടെത്തുന്നതെന്ന് മാത്രം. ആത്യന്തികമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ നമ്മുടെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ദുഃഖത്തിനായിട്ട് വരരുത്. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്രയും ശ്രദ്ധിക്കാലോ നമുക്ക്. അപ്പൊ നമ്മുടെ ധർമ്മം നമ്മുടെ ജീവിതത്തിലുടനീളം ആചരിക്കപ്പെടും എന്നർത്ഥം. ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ക്ഷേത്രം എന്നുള്ള ഒരു പ്രകരണത്തിൽ നമ്മൾ ആചാര്യൻ എന്ന് പറയുമ്പോൾ അവിടെ ആചാര്യൻ തന്ത്രി ആണ്. ആ തന്ത്രിക്ക് ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയ ആളാണ് തന്ത്രി. വിപ്രകുലീന കൃതസംസ്ക്രിയൗഘ. വിപ്ര അറിവ് നേടിയിട്ടുള്ളവനായിരിക്കണം. വേദപാരായണാൻ വിപ്ര. കുലീനനായിരിക്കണം. സംസ്ക്രിയോഖം, സംസ്കാരങ്ങൾ ചെയ്തിട്ടുള്ളവനായിരിക്കണം. നമുക്ക് 16 സംസ്കാരങ്ങളുണ്ട്. ജനിക്കുന്നതിനേക്കാൾ മുൻപ് തൊട്ടേ തുടങ്ങും. ഗർഭാധാനം തൊട്ട് നല്ല മക്കൾ ഉണ്ടാകണമെന്ന് കരുതി തന്നെ അവരെ ഉണ്ടാക്കണമെന്നാണ്. അച്ഛനും അമ്മയും മാനസികമായിട്ട് തയ്യാറെടുത്തുകൊണ്ട് അവരുടെ ആചരണങ്ങളിൽ ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ആഗ്രഹിച്ചു തന്നെ നല്ല മക്കളെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. പലപ്പോഴും അങ്ങനെയല്ല, ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിന്റെ പ്രശ്നമൊക്കെ കുറച്ചൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് തൊട്ട് തുടങ്ങുകയായി. പിന്നെ പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, ഇങ്ങനെ തുടങ്ങിയിട്ട് 16 സംസ്കാരങ്ങളുണ്ട്. നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ടും ചുരുക്കി പറയാണ്. ഈ സംസ്കാരങ്ങളെ അനുഷ്ഠിക്കുന്ന ആളായിരിക്കണം, അനുഷ്ഠിച്ചിട്ടുള്ളവനായിരിക്കണം. 16 കഴിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം അവസാനത്തെ അന്ത്യേഷ്ടിയല്ലേ. അപ്പോൾ കാലാകാലങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള സംസ്കാരത്തെ അനുഷ്ഠിക്കുന്ന ആളായിരിക്കണം. പിന്നെയോ സ്വധീത വേദാഗമ തത്വവേത്ത. നേരത്തെ പറഞ്ഞല്ലോ, വേദങ്ങളുടെയും ആഗമങ്ങളുടെയും തത്വത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആളായിരിക്കണം. കാരണം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ
സമൂഹത്തിന് വേണ്ടി ആചരണങ്ങളെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കൂ. ഇത് മനസ്സിലാക്കാത്ത ആളാണ് ആചരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ആ ആചാരം പലപ്പോഴും ചിലപ്പോ ദുരാചാരമായിട്ട് മാറാം, അനാചാരമായിട്ടൊക്കെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു ആചാരത്തിന്റെയും പിന്നിലൊരു ധാർമ്മികമായിട്ടുള്ളൊരു തത്വമുണ്ട്. ആ ആചരണം കൊണ്ട് ഒരു വ്യക്തിക്ക്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, ഈ എന്താ പറയുക, ഈ ടോട്ടാലിറ്റി ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം എന്നുള്ളതിനും ഹിതം ഉണ്ടാവണം. അപ്പൊ അതിന് ഈ തത്വത്തെ അറിഞ്ഞിരിക്കുന്നവനാവണം. വേദങ്ങൾ എന്ന് പറയുന്ന അറിവാണ്. വിത് ജ്ഞാനേ. അറിവ് എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ ഇത്രയും പേര് നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നു, വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ശാന്തമായിട്ടിരിക്കുന്നു. ചിലര് വളരെ ശാന്തമായിട്ടിരിക്കുന്നു, അവരുടെ കണ്ണടഞ്ഞിരിക്കുന്നുണ്ട്. അത് എന്താന്ന് മനസ്സിലായിട്ടില്ല. ചിലപ്പോ ധ്യാനാവസ്ഥ ആവാം. ഈ ശാന്തമായിട്ട് ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന പലർക്കും അവരുടെ ഉള്ളിൽ പല പല ചിന്തകളുണ്ട്. ഇപ്പൊ വീട്ടിൽ എന്തായിരിക്കുമോ, വന്നിട്ടുണ്ടാവുമോ, ഞാനിപ്പോ ചെല്ലാണ്ട് എന്തായിരിക്കും, എഴുന്നേറ്റ് പോയാലോ. ചിലരാണെങ്കിൽ കുറച്ച് സന്തോഷത്തിലാ, അവിടെ കൊട്ടും ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒന്ന് ചാടി തുള്ളണം എന്നൊക്കെ ഉണ്ട്. ചിലർക്ക് പാട്ടൊക്കെ പാടണം ഉറക്കെ, നേരത്തെ പാടിയ ഭജന ഉറക്കെ പാടണം എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. പക്ഷെ നമ്മളിവിടെ ഈ ഒരു സന്ദർഭം എന്തായാലും അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയാ, നമുക്ക് വേണ്ടിയാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് അത് ശ്രദ്ധിച്ചിരിക്കുന്നത് പോലെ ഇരിക്കെങ്കിലും വേണം എന്നൊരു ധാരണ നമുക്കുണ്ടല്ലേ. അങ്ങനെയുണ്ടല്ലോ. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. ആ ധർമ്മമാണത്. ഈ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള ആചരണങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത്. ഇതുപോലെ നമ്മളുടെ കുടുംബത്തിലാവട്ടെ മറ്റുള്ള തലങ്ങളിലൊക്കെയും നമ്മൾ ചില മര്യാദകൾ ഇങ്ങനെ പാലിക്കും. ആ മര്യാദകൾ കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. കുടുംബത്തിൽ തന്നെ പല സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് ചേർന്നവർ, പലതരത്തിലാണ് അവരുടെ ഭാഷ തന്നെ, പലതരത്തിലാണ് അവരുടെ സങ്കല്പങ്ങൾ, ചിന്തകളെല്ലാം തന്നെ. എന്നിരുന്നാലും അവർ ചില മര്യാദകളെ പാലിക്കുന്നു. അതുകൊണ്ടാണ് കുടുംബം നിലനിൽക്കുന്നത്, അല്ലേ? പക്ഷെ ഈ മനസ്സിലാക്കാതെ വന്ന് അവനവന്റെ ഈ മര്യാദകൾക്ക് അപ്പുറം ഇപ്പൊ അങ്ങനെയാണല്ലോ, മൈ ബോഡി മൈ ചോയ്സ്, അല്ലേ, എല്ലാം എന്റെ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? ഒന്നുമില്ല, വക്കീലന്മാർക്ക് കുറെ കാശ് കിട്ടും, അല്ലേ? അങ്ങനെ നടക്കുന്നുണ്ട്. കാരണം എന്താ? ഈ മര്യാദകൾ പാലിക്കാത്തത് കൊണ്ട്. അപ്പൊ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, പക്ഷെ മറ്റൊരാളുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു പൊതു സ്വാതന്ത്ര്യം കണ്ടെത്തേണ്ടതുണ്ട്. എന്റെ സ്വാതന്ത്ര്യമോ അയാളുടെ സ്വാതന്ത്ര്യമോ ഏതാ വലുത് എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേർക്കും കൂടി ഒരു പൊതു സ്വാതന്ത്ര്യം, ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും പൊതു സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ആ ആചാരമര്യാദകളുടെ ആകെ തുകയാണ് ധർമ്മം എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞ. അത് ഗുരുദേവൻ പറഞ്ഞത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഇനി ശങ്കരാചാര്യര് പറയും, ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യഹ സത് ധർമ്മ ചതുർഭി വർണ്ണിഭി ആശ്രമിഭി അനുഷ്ഠീയമാനഃ എന്നൊക്കെ പറയും. ഈ ജഗത്തിന്റെ നിലനിൽപ്പിന് കാരണമായിരിക്കുന്നത് എന്തോ അതാണ് ധർമ്മം. കാരണം ഈ പറഞ്ഞ പോലെയുള്ള മര്യാദകൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ ജഗത്ത് നിലനിൽക്കില്ല. ഞാൻ എന്നോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. കാരണം എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ട ചുമതല മറ്റുള്ളവർക്കല്ലല്ലോ, എനിക്ക് തന്നെയാണ്. അപ്പൊ പലതരത്തിലുള്ള വിഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും വയറ് എന്റെയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഈ കഴിക്കുന്നതാണ് എൻ്റെ ശരീരത്തെ ഉണ്ടാക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അപ്പൊ എന്തേ കഴിക്കാൻ പാടൂ, എന്തേ കഴിക്കാൻ പാടില്ലാത്തതെന്ന് മറ്റൊരാളല്ല പറയേണ്ടത്. സ്വയം നിശ്ചയിച്ച് തന്നോട് തന്നെ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കുന്നത്, ചില നിഷ്ഠകൾ ഉണ്ടാക്കുന്നത്. ഒരു കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില മര്യാദകളുണ്ട്. ഒരു സമൂഹത്തിലാണെങ്കിൽ ആ സമൂഹത്തിൽ ചെയ്യേണ്ട മര്യാദകളുണ്ട്. ഈ പ്രകൃതിയോട് നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളില്ലേ? നമ്മുടെ നിലനിൽപ്പ് ഈ പ്രകൃതിയിലല്ലേ? ഇത്രയും വിശാലമായിരിക്കുന്ന ഒരു പ്രകൃതിയിലെ ചെറിയ ഘടകമല്ലേ നമ്മൾ. പക്ഷെ നമുക്ക് ബുദ്ധി കൂടിയപ്പോ പ്രകൃതിയിൽ തന്നെ മാറ്റം വരുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ വെള്ളം കയറി വീട്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ചിലതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത്, അല്ലേ? അതെ. ഇപ്പൊ ചില സങ്കല്പങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാന കാര്യം എന്താ വെച്ചാല് ഈ കാശ് തിന്നാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് എനിക്ക് തോന്നിയത് ഈ പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴൊക്കെയാണ്. അതുവരെ മാനിക്കാന്ന് നിന്ന പ്ലാവിന്റെ കടക്കിലൊക്കെ ഓടി നമ്മള്, അല്ലേ?
പക്ഷെ ചക്കയൊക്കെ പഴുത്ത് വീണ് പോയിട്ടുണ്ടായിരുന്നു. ആ കുരു പറക്കി കൊണ്ടുവന്ന് നമ്മള് വടയുണ്ടാക്കി, ഷെയ്ക്ക് ഉണ്ടാക്കി, എന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. അതും കഴിഞ്ഞിട്ടും കൊറോണ മാറിയില്ല. അപ്പോഴാണ് വീണ്ടും പ്ലാവിന്റെ കടക്കേക്ക് വന്നപ്പോ കുരു കഴിഞ്ഞു പോയി. അപ്പോഴാണ് യൂട്യൂബിൽ കണ്ടത് ഈ പ്ലാവിലെ ഞെട്ടുകൊണ്ട് എന്തോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്നോ. അല്ലെ, അന്നത്തിന് അന്നം തന്നെ വേണം, സമ്പത്ത് പോരാന്ന് മനസ്സിലാക്കി. ഇപ്പൊ കുറച്ചൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ പ്രകൃതിയിൽ നമ്മൾ ഇടപെടുമ്പോഴും പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല ഹിതമായിരിക്കുന്നത്. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. പരസ്പര ഭാവനയോടുകൂടി വേണം നമ്മൾ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. പ്രകൃതിയോടും തന്റെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളോടും വ്യക്തികളോടും എല്ലാം. അപ്പൊ ഇതിന്റെയൊക്കെ തത്വങ്ങൾ നമുക്ക് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് വേദങ്ങളിലൂടെയാണ്. ഈ തത്വം അറിയുന്ന ആളായിരിക്കണം ആചാര്യൻ. ആഗമതത്വം ഇതിന്റെ പ്രായോഗികമായിട്ട് ഇപ്പൊ ഈ തന്ത്രശാസ്ത്രമൊക്കെയാണ് ആഗമങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹിതത്തിന് വേണ്ടി ഇതിനെ എങ്ങനെ പ്രയോഗിക്കാമെന്നുള്ള ശാസ്ത്രം, ആഗമം, അതിന്റെ തത്വത്തെയും അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരിക്കുന്ന ആളാണ് തന്ത്രി. അപ്പോ വിപ്രൻ, കുലീനൻ, സംസ്കാരങ്ങളെ അനുഷ്ഠിക്കുന്നവൻ, വേദങ്ങളുടെയും ആഗമങ്ങളുടെയും തത്വത്തെ അറിയുന്നവൻ, അതേപോലെ വർണ്ണാശ്രമാചാരപരോധി ദീക്ഷ. വർണ്ണാശ്രമാചാരപരൻ നേരത്തെ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു, അർത്ഥം പറഞ്ഞില്ലെങ്കിലും ശങ്കരാചാര്യർ പറഞ്ഞത് വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർ. വർണ്ണം എന്നൊക്കെയുള്ള വാക്ക് പലപ്പോഴും നമ്മളിപ്പോ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവർണ്ണൻ, സവർണ്ണൻ എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിക്കുന്നത് കാണാം. പക്ഷെ നമ്മുടെ ആചാര്യന്മാരുടെ വാക്കുകൾ അനുസരിച്ച് മൊത്തം മനുഷ്യര് 4 തരത്തിൽ തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഗാർഡ്നറുടെ തിയറിക്ക് ഉണ്ടല്ലോ, ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. 9 തരത്തിലുള്ള ബൗദ്ധിക സവിശേഷതകളുണ്ട്. അല്ലെങ്കിൽ എനിയാഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈക്കോളജിയിൽ പറയും 9 തരത്തിലുള്ള സവിശേഷതകൾ മനുഷ്യർക്കുണ്ട് എന്ന് പറയുന്നത് പോലെ അന്നത്തെ ഒരു ക്ലാസിഫിക്കേഷൻ 4 തരത്തിൽ പറഞ്ഞു. അറിവ് നേടുന്നതിനും അറിവ് വിതരണം ചെയ്യുന്നതിനും അറിവിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ. ഞാൻ താല്പര്യമില്ലാത്തവരെ നമ്മളിത് പഠിക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്കൂളിൽ തന്നെ നമ്മൾ കുട്ടികളോട് പറയില്ലേ, കുറച്ചുപേര് സ്വയം മോട്ടിവേഷൻ, എന്താ പറയാ, അവർക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. ചിലരോട് എത്ര പറഞ്ഞാലും പഠിക്കില്ല, കാരണം അതിൽ താല്പര്യമുള്ളവർ. അങ്ങനെയുള്ള ഒരു വിഭാഗം. മറ്റൊന്ന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ, ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർ, എന്താ പറയാ, മറ്റ് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നവർ. മറ്റൊന്ന് കച്ചവടം, ധനത്തിന്റെ സമാഹരണവും വിനിയോഗവും, അതിൽ താല്പര്യമുള്ളവര്. ഇപ്പൊ ചിലപ്പോ നമ്മളൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ട് ആ കമ്മിറ്റിയിലെ ചുമതലയൊക്കെ കൊടുക്കുക, അല്ലെ? നമ്മൾ ട്രഷറർ ആക്കേണ്ടത് ആര്യ, അപ്പൊ പറയും ഇന്ന ആളെ ട്രഷറർ ആക്കുക, കാരണം നാളെ എവിടെ പോയാലും എന്തെങ്കിലും കൊണ്ടേ വരുള്ളൂ ആരെങ്കിലും കയ്യിൽ നിന്ന്. ഇതൊക്കെ നോക്കിയിട്ടാ നമ്മൾ അതുപോലും ചെയ്യുന്നത്. പിന്നെ വിദഗ്ധ തൊഴിലാളികൾ, ഈ ശാസ്ത്രങ്ങളൊക്കെ എന്താ പറയാ വൈദഗ്ധ്യം നേടിയവർ. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ ചിന്തകൾ മാത്രം പോരല്ലോ, നമുക്ക് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കണം, മറ്റു പല പല വസ്തുക്കൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ. ഇങ്ങനെ 4 തരത്തിലാണ്. അറിവിൽ പ്രവർത്തിക്കുന്നവര്, എന്താ പറയാ ഭരണത്തിൽ പ്രവർത്തിക്കുന്നവര്, അല്ലെങ്കിൽ ശക്തിയിൽ പ്രവർത്തിക്കുന്ന രജോ ഗുണമുള്ളവര്, സമ്പത്തിൽ പ്രവർത്തിക്കുന്നവര്, വൈദഗ്ധ്യമുള്ള പ്രവൃത്തി ചെയ്യുന്നവര്. ഇങ്ങനെ 4 വർണ്ണത്തിൽപ്പെട്ടവരായാലും 4 ആശ്രമങ്ങളിൽപ്പെട്ടവരായാലും. ആശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ആരംഭിച്ച് അവസാനിക്കുന്നത് വരെയുള്ള ജീവിതത്തിന് 4 ഘട്ടങ്ങളെ പറയുന്നതാ. ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എങ്ങനെയാണ് നീ ജീവിക്കേണ്ടത്, അങ്ങനെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന അറിവുകൾ നീ നേടിയിട്ടുണ്ടാവണം. ആ അറിവ് നേടുന്ന ഒരു കാലഘട്ടം, അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. എന്താ ബ്രഹ്മചര്യം? ബ്രഹ്മണി ചരതി, ബ്രഹ്മ ഇതി വേദ. ബ്രഹ്മ എന്നുള്ള പദം കൊണ്ട് വേദം എന്നാണ് അർത്ഥമാക്കുന്നത്. തദധീത ബ്രാഹ്മണ, ബ്രാഹ്മണൻ എന്നുള്ള വാക്കുണ്ടാവുന്ന അങ്ങനെയാണ്. അറിവാണ്
ബ്രഹ്മശബ്ദം കൊണ്ട് പറയുന്നത് ആ അറിവിനെ നേടിയിട്ടുള്ളവൻ ആരോ അവനാണ് ബ്രാഹ്മണൻ. ഇതൊക്കെയാണ് ആചാര്യന്മാര് പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോ ഇതിനൊക്കെ പല പല അർത്ഥങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആവാം, തെറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നാണല്ലോ പുതിയതൊക്കെ ഉണ്ടാവുക. എന്തായാലും നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചത് എങ്ങനെയാണ്? അപ്പൊ ബ്രഹ്മത്തിൽ ചരിക്കുന്ന കാലഘട്ടം, അറിവ് നേടാൻ വേണ്ടി ചരിക്കുന്ന ഒരു കാലഘട്ടം. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൃഹസ്ഥാശ്രമിയാവണം, കുടുംബസ്ഥനാകണം. ആ കുടുംബസ്ഥനാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമ്പത്ത് ആർജിക്കുന്നവൻ വിതരണം ചെയ്യുന്നവൻ, അറിവ് ആചരിക്കുന്നവൻ വിതരണം ചെയ്യുന്നവൻ, മറ്റു 4 ആശ്രമങ്ങൾക്കും മറ്റു 3 ആശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവൻ, അവനൊക്കെ ഗൃഹസ്ഥാശ്രമിയാണ്. രാമായണത്തില് വാൽമീകി പറയും, യഥാ വായും സമാശ്രിത്യ വർത്തന്തെ സർവജന്തവഃ തഥാ ഗൃഹസ്ഥമാശ്രിത്യ വർത്തന്തെ സർവ ആശ്രമാഃ. എങ്ങനെയാണോ വായുവിനെ ആശ്രയിച്ചുകൊണ്ട് എല്ലാ ജന്തുക്കളും നിലനിൽക്കുന്നത്, അതുപോലെ ഗൃഹസ്ഥനെ ആശ്രയിച്ചുകൊണ്ടാണ് മറ്റ് ആശ്രമങ്ങൾ നിലനിൽക്കുന്നത്. കാരണം ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കുട്ടികൾ ആരാ നോക്കുക? കുടുംബസ്ഥർ നോക്കണം. ഇനി ഈ ഗൃഹസ്ഥൻ അദ്ദേഹത്തിന് ഇത്തിരി വയസ്സൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം ശക്തിയുള്ളവർക്കല്ലേ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മമായിട്ട്, ചിന്തകൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ വയസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത തലമുറയെ ഏൽപ്പിക്കണം. ജരാനരകൾ ബാധിച്ചാൽ, ജരാനരകൾ ഇപ്പൊ നമ്മളെ ബാധിക്കാറില്ല കുറെ കാലമായിട്ടല്ലേ. കാര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയൊക്കെ തുടങ്ങുമെങ്കിലും ബാധിക്കാറില്ല. സിസോ, ഗോദ്രേജ്, അങ്ങനെയൊക്കെയല്ലേ അതിന്റെ പേരുകളൊക്കെ ഉണ്ട് അല്ലേ. എനിക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ടേ. അപ്പൊ നമ്മുടെ ആചാര്യന്മാർ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു ക്ലോസും കൂടി അവിടെ വെച്ചു. മകന്റെ മകനെ കണ്ട, നീ ഇതൊന്നും ബാധിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മകന്റെ മകനെ കണ്ട, മകന്റെ മകൻ എന്ന് പറഞ്ഞാൽ മകന്റെ മകനോ മകളുടെ മകനോ മകളുടെ മകളോ മകന്റെ മകളോ ഒക്കെ ആവാട്ടോ, ലിംഗഭേദല്ലേ അവിടെ. അത് കണ്ട എന്ത് ചെയ്യണം? ആ താക്കോലെടുത്ത് മകനെ ഏൽപ്പിച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വാനപ്രസ്ഥിയാവുക. ഇനിയിപ്പോ വാനപ്രസ്ഥിയാവുക എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോകല് ഈ കാലഘട്ടത്തിൽ നടക്കില്ല. ഒന്ന് വനം കണ്ടെത്താൻ ബുദ്ധിമുട്ട്. ഇനി അവിടേക്ക് പോകണമെങ്കിൽ ഫോറസ്റ്റുകാർ സമ്മതിക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? ഗൃഹസ്ഥയിൽ തന്നെ താമസിക്കാം. എന്ത് ചെയ്യണം? പക്ഷേ ഇപ്പൊ ആരെയാണോ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അവരാ കാര്യം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കുക. അതുവരെ ഉണ്ടായിരുന്നൊരു ഭാവം ഉണ്ടല്ലോ, ഞാൻ ചെയ്താൽ ഇതൊക്കെ ശരിയാവുള്ളൂ എന്ന് വിചാരിക്കരുത്. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിക്കും, അപ്പൊ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം, അല്ല അങ്ങനെയൊക്കെ ആണല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവർ അംഗീകരിക്കുമെങ്കിൽ. അങ്ങനെ വാനപ്രസ്ഥിയായിട്ട് ജീവിക്കുക. അതിനുശേഷം സന്യാസം. ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്തല്ലേ ഈ ലോകം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിൽ നമ്മളെല്ലാവരും ഓടി നടക്കുകയായിരുന്നു, എന്തൊക്കെയോ നേടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അല്ലെ. കുറെ കഴിഞ്ഞപ്പോ 10-60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ പറയും പക്വതയായിരുന്നു. എന്താ പക്വത? ഈ ഓട്ടം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കലാണ് പക്വത അല്ലെ. പിന്നെ നമ്മൾ അതുവരെ ചിലപ്പോ വല്ല ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ ദേഷ്യവും ഒന്നും വരില്ല, കാരണം ഇതിലൊന്നും വലിയ കഥയില്ല എന്ന് മനസ്സിലാവും. ഇങ്ങനെ നമുക്ക് ജീവിതത്തോട് തന്നെ, ലോകത്തോട് തന്നെ ഒരു വൈരാഗ്യം, വിരാഗ അവസ്ഥ, അതിനോടൊരു എന്താ പറയാ, ഒരു അമിതമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ലായ്ക, ഡിറ്റാച്ച്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക. അതാണ് സന്യാസം. കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോ വിദു എന്ന് പറയും. ഇങ്ങനെ 4 ആശ്രമങ്ങൾ. ഇത് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ 4 തരത്തിൽ പ്രവർത്തിക്കുന്നവനായാലും ഈ 4 കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നവനായാലും നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഗൃഹസ്ഥനാണ് നീയെങ്കിൽ നീ ഉറപ്പായിട്ടും കുട്ടികളെ പഠിപ്പിക്കണം. വിദ്യ ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടുക്കണം. അതിഥികളെ പൂജിക്കണം. സന്യാസിമാരെ, കാരണം അവരും എല്ലാം ഉപേക്ഷിച്ചു പോയവരാണ്. അവർക്ക് അന്നവും വസ്ത്രവും ദക്ഷിണയും താമസിക്കാൻ സ്ഥലവും 3 ദിവസം കൊടുക്കണം. അത് കഴിഞ്ഞ് താമസിപ്പിക്കരുത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ്. കാരണം അത് ഉറച്ചു പോകും. അങ്ങനെ ചില പ്രശ്നമുണ്ട്. പിന്നെ വേഷം മാറ്റേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ചില കടമകളുണ്ട്, അത് ചെയ്തേ മതിയാകൂ. അല്ലാണ്ട് ഞാൻ ഗൃഹസ്ഥാശ്രമിയാണ്, ഞാൻ ഇതിലൊന്നും ഇടപെടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടിയാണ് ആ നിയമങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ചും നല്ല ധാരണയുള്ളവരും അത് അനുഷ്ഠിക്കുന്നവരുമായിരിക്കണം ആചാര്യൻ. അധിദീക്ഷിത. അധിദീക്ഷിതൻ എന്ന് പറഞ്ഞാൽ വിശേഷമായിട്ട് മന്ത്രദീക്ഷ ഉള്ളവൻ. ഇതിനപ്പുറത്തേക്കുള്ള
ആത്യന്തികമായിട്ടുള്ള സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ആചരണങ്ങൾ ചെയ്യാൻ ഗുരുവിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ളവൻ. എനിക്ക് കുറെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഞാൻ സ്കൂളിൽ ഞാൻ വരാട്ടോ ക്ലാസ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും BEd കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കില്ലേ? നിങ്ങൾക്ക് അറിയൂല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് ഈ സർട്ടിഫിക്കറ്റ് വേണമല്ലോ ആദ്യം, കാരണം അതൊരു അംഗീകാരം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്, ഈ വഴിയിലൂടെ പോയാൽ നിനക്ക് ആത്യന്തികമായിട്ടുള്ള സത്യസാക്ഷാത്കാരം ഉണ്ടാകും, നീ അതിന് പോവാനുള്ള പ്രാപ്തി ഉള്ളവനാണ് എന്ന് ആചാര്യൻ കൊടുക്കുന്നതാണ് ഈ ദീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ അതിദീക്ഷയുള്ളവനായിരിക്കണം നമ്മുടെ തന്ത്രി അഥവാ ആചാര്യൻ. ദക്ഷ സമർത്ഥൻ തപസ്വി, നേരത്തെ പറഞ്ഞ ഗുരു പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ, തപസ്സു ചെയ്യുന്നവനായിരിക്കണം, ആസ്തികനായിരിക്കണം. കാരണം തന്ത്രിക്ക് വേണ്ട വിശ്വാസം. ഉദാഹരണങ്ങൾ ചിലതൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത്. ഇത് എന്താണ് ഈ അന്തരീക്ഷം എന്ന് എനിക്ക് അറിയില്ല, ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകേണ്ടതാണല്ലോ, അതുകൊണ്ട് ഉദാഹരണമൊന്നും പറയണില്ല. നിങ്ങൾ തന്നെ പത്രത്തിലൊക്കെ കണ്ടതും കേട്ടതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ശരി, ഇങ്ങനെയുള്ള ആളാണ് ആചാര്യൻ. അങ്ങനെയുള്ള ആചാര്യന്റെ തപസ് കൊണ്ട് ക്ഷേത്ര ചൈതന്യം, ദേവചൈതന്യം വൃദ്ധി പ്രാപിക്കുന്നു. ആചാര്യ തപസ ആംനായ ജപേന. ആംനായം എന്ന് പറയുന്നത് വേദ മന്ത്രങ്ങളാണ്. മനനാത്രായത്തെ ഇതി മന്ത്ര. മനനം ചെയ്യുമ്പോൾ നമ്മളെ ത്രാണനം ചെയ്യുന്നത് എന്താണോ അത് മന്ത്രം. ഇത് നമ്മളുടെ ഹിതത്തിന് വേണ്ടി ഋഷീശ്വരന്മാര് ദർശിച്ച് നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള മന്ത്രങ്ങളുടെ പ്രയോഗങ്ങൾ, മന്ത്രജപം, ഇപ്പൊ രാവിലെയൊക്കെ ഗണപതി ഹോമൊക്കെ നടക്കുമ്പോൾ അവിടെ കാണുന്നില്ലേ, അവിടെ സൂക്തം കൊണ്ട് അർച്ചന ചെയ്യുന്നത്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്ത്രി അവിടെ മുഖമണ്ഡപത്തിൽ ഇരുന്നിട്ട് മന്ത്രം ജപിക്കുന്നത് കാണാം. സഹസ്രനാമം ജപിച്ച് നമ്മൾ അർച്ചന, ഇങ്ങനെയുള്ള മന്ത്രജപങ്ങൾ അവിടെ നടക്കണം. അത് ആ ചൈതന്യവർദ്ധനവിന് അനിവാര്യമാണ്. നിയമേനച്ച, അടുത്തത് നിയമമാണ്. നിയമം എന്ന് പറയുന്നത് തന്ത്രി ദേവതയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, പടിത്തരം എന്ന് പറയും. ആ സോപാനത്തിൽ നിന്നോ മറ്റോ നിശ്ചയിക്കും, ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കണം. അതെന്താണെന്ന് തന്ത്രിയെ നിശ്ചയിക്കുക. 3 നേരം പൂജ നടക്കണമെന്നോ, ക്ഷേത്രത്തിന്റെ വലിപ്പം അനുസരിച്ച്. എന്നുവെച്ചാൽ ഇന്നലെ മഹാക്ഷേത്രത്തെക്കുറിച്ചും അല്ലാത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മഹാക്ഷേത്രങ്ങളാണെങ്കിൽ അവിടെ എത്ര നേരം പൂജ വേണം, പ്രതിഷ്ഠാദിനം എങ്ങനെ ആചരിക്കണം, വിശേഷ ആചരണങ്ങൾ എന്താണ് വേണ്ടത്, ഉത്സവം എങ്ങനെയായിരിക്കണം എന്നൊക്കെ നിശ്ചയിക്കും. ആ നിയമങ്ങളിൽ, തന്ത്രി നിശ്ചയിച്ച നിയമങ്ങളിൽ പിന്നെ മാറ്റം വരാനായിട്ട് പാടില്ല. ആ മാറ്റം വരുത്താൻ തന്ത്രിക്ക് തന്നെ പിന്നെ അവകാശമുള്ളൂ. അപ്പൊ ആ നിയമങ്ങൾ കൃത്യമായിട്ട് നടക്കണം. ഉത്സവേന, അടുത്തത് ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ബാഹ്യമായിട്ടുള്ള ഉത്സവത്തെ നമ്മൾ കാണുള്ളൂ അല്ലേ. കാവടിയും ആനപ്പൂരവും മറ്റു വെടിക്കെട്ടും തുള്ളലും ചാട്ടം, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉത്സവം എന്ന് കണ്ടാൽ മനസ്സിലാക്കുക. പക്ഷെ ക്ഷേത്രത്തിലെ ചൈതന്യവർദ്ധനവിന് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ അവിടെ, പൂജകൾ അവിടെ നടക്കുന്നുണ്ട്. ഉത്സവങ്ങള് 3 തരത്തിലാണ് നമ്മൾ പറയുക. ധ്വജാതി, അങ്കുരാതി, പട്ടഹാതി. കൊടിയേറുന്നതോടുകൂടി തുടങ്ങുന്ന ഉത്സവത്തെ ധ്വജാതി എന്ന് പറയാം. അങ്കുരാതി എന്ന് പറഞ്ഞാൽ മുളയിടുക. കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പാലികകളിൽ ധാന്യങ്ങൾ, നവധാന്യങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് മുളയിട്ടുകൊണ്ട് തുടങ്ങുന്നതാണ് അങ്കുരാതി എന്ന് പറയുന്നത്. പട്ടഹാതി എന്ന് പറയുന്നത് പടഹത്തോടു കൂടിയുള്ള, നമ്മുടെ ഈ അല്പ ഉത്സവങ്ങളൊക്കെ, ഈ എന്താ പറയുക, താലപ്പൊലി, ഈ കളംപാട്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെയുള്ള ചെറിയ ചടങ്ങുകളാണ് പടഹാദി ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട്. ഇപ്പൊ കൊടിയേറുക എന്ന് പറയുന്നത്, ഇന്നലെ പറഞ്ഞു, ഭഗവാന്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു. അവിടെ കൊടിയേറുന്നത് ആ കുണ്ടലിനി ശക്തിയുടെ ഉദ്ധാപനമാണ് എന്ന് ആചാര്യം പറയുണ്ടായി. അങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നവര് പുരസ്ചരണം ചെയ്യാന്ന് പറയും. ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് കൂടുതൽ അക്ഷരലക്ഷം, ആ മന്ത്രത്തിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം മന്ത്രം ജപിച്ചതിനെ സിദ്ധി വരുത്തുക, അതിനെയാണ് പുരസ്ചരണം എന്ന് പറയുക. ഒരു സാധകൻ അനിവാര്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ ദേവന്റെ ഒരു പുരസ്ചരണമാണ് സത്യത്തില് ഈ ഉത്സവ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കൊടിയേറി കഴിഞ്ഞാൽ
പിന്നെ അവിടെ വിശേഷമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ 7 ദിവസമോ 9 ദിവസമോ 11 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഈ രാവിലെ ഗണപതി ഹോമം തുടങ്ങിയിട്ടുള്ള വിശേഷ ഹോമങ്ങൾ ഉണ്ടാവും. വിശേഷമായിട്ടുള്ള കലശാഭിഷേകം ഉണ്ടാവും. ദേവചൈതന്യത്തെ ആവാഹിച്ച് പൂജിച്ച് ബിംബത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് കലശം എന്ന് പറയുന്നത്. അതുകൂടെ നമ്മൾ കാണുന്നതാണ്, നമുക്കതുകൊണ്ട് അറിയാം അതിനെക്കുറിച്ച്. അതേപോലെ ശ്രീഭൂത ബലി ഉണ്ടാവും. ഇങ്ങനെയുള്ള വിശേഷ ചടങ്ങുകളോടുകൂടി ഭഗവാന്റെ ആ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് ആ ചൈതന്യത്തെ ക്ഷേത്രപരിധിയിൽ നിന്നും, ക്ഷേത്രപരിധി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശരീരമാണ് ഈ ക്ഷേത്രം, പക്ഷെ സൂക്ഷ്മമായിട്ടൊരു ശരീരമുണ്ട്. നമ്മൾ ഈ ഓറ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു ചൈതന്യം നിലനിൽക്കുന്ന ഈ ഗ്രാമം, ആ ഗ്രാമത്തിലേക്ക് മുഴുവൻ ഇത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ഭഗവാന്റെ എഴുന്നള്ളത്തുകൾ ഉണ്ടാവും അല്ലേ. ഇവിടെ ഈ മന്ത്ര ജപത്തിലൂടെ, വിശേഷ പൂജകളിലൂടെയെല്ലാം ഈ ദൈവീകമായിട്ടുള്ള ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് ആസുരികമായിട്ടുള്ളതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഹിതത്തെ നൽകുന്നത് ഭഗവാൻ. ഈ ആസുരികമായിട്ടുള്ള ശക്തിവിശേഷങ്ങളുടെ ഉന്മൂലനമാണ് പള്ളിവേട്ട എന്നുള്ള ചടങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ശാന്തമായിട്ട് ഭഗവാൻ അവിടേക്ക് പോകുന്നു. നമ്മളെല്ലാവരും പള്ളിവേട്ടയ്ക്ക് പോകുന്ന സമയത്ത് പറയും മിണ്ടാതെ വേണം പോകാനായിട്ട്. അവിടെ പോയി ഈ ആസുരികമായിട്ടുള്ള ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആസുരികമായതിനെ ഉന്മൂലനം ചെയ്താൽ ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? ആനന്ദമാണ്. ആനന്ദമാണ് നമ്മുടെ സഹജമായിട്ടുള്ള രൂപം. അത്ര നമ്മളുടെ എല്ലാവരുടെയും ആന്തരികമായിട്ടുള്ളത് ആനന്ദമാണെന്നാ പറയാം. ആനന്ദം ബ്രഹ്മണോ രൂപം തച്ച ദേഹേ വ്യവസ്ഥിതം. നമ്മുടെയൊക്കെ ദേഹത്ത് വ്യവസ്ഥിതമായിരിക്കുന്ന ആനന്ദമാണ്. പിന്നെ ആനന്ദം, എന്നിട്ട് മനുഷ്യന് എപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂല്ലോ എന്ന് നമുക്ക് സംശയമുണ്ടോ? ദുഃഖം ഉണ്ടാവാനുള്ള കാരണം എന്താ? അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആനന്ദമാണ് നമ്മുടെ രൂപം. പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾ ഒട്ടനവധി വെച്ചിരിക്കുക. ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രയത്നിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. അപ്പുറത്തെ ആള് വലിയ കാറ് വാങ്ങിച്ചു, നമുക്കില്ലല്ലോ, നമുക്കും വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ പോരല്ലോ. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വേണം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമുണ്ടാവാൻ വേണ്ടി അഷ്ടപാശങ്ങൾ എന്ന് പറയും നമ്മൾ. ഘൃണ, ശങ്ക, ഭയം, ലജ്ജ, ജുഗുപ്സ, കുലജാതി ശീലങ്ങൾ അഷ്ടപാശങ്ങളാണ്. എന്തായാലും ദുഃഖത്തെ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മുടെ സഹജമായിട്ടുള്ള രൂപം ആനന്ദമാണ്. ഈ ദുഃഖത്തെ കാരണമാകുന്നവയെ ഇല്ലാതാക്കിയാൽ ആനന്ദം നമുക്ക് അനുഭവവേദ്യമാകും. എളുപ്പം അങ്ങോട്ട് മനസ്സിലാവുണ്ടാവും ഇല്ലാന്ന് തോന്നും. ആവട്ടെ, എന്തായാലും ദുഃഖകാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ സങ്കല്പങ്ങളാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലേ? അവരെന്താ വിചാരിക്കുക? മലയാളി കുറച്ച് അധികം, നമ്മൾ ഒരിക്കൽ ഒരു സ്ഥലത്ത് വായിച്ചു, മലയാളി ജനിക്കുന്നു, അവനെന്ത് വിചാരിക്കും, അവനെന്ത് വിചാരിക്കും, അവനെന്ത് വിചാരിക്കും, മലയാളി മരിക്കുന്നു. അതായത് ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ഇതായിരുന്നു നമ്മളുടെ ചിന്ത എന്ന് പറയും. പലപ്പോഴും അങ്ങനെയൊക്കെ തോന്നിയിട്ടുമുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ദുഃഖം. അപ്പൊ അവിടെ ദുഃഖകാരണമായിരിക്കുന്ന ആസുരികമായിട്ടുള്ള ശക്തിവിശേഷങ്ങളെ ഉന്മൂലനം ചെയ്ത് അവിടെ നിന്ന് ആനന്ദത്തോട് കൂടിയിട്ടാണ് നമ്മൾ തിരിച്ചു വരിക അല്ലേ. പള്ളിവേട്ട കഴിഞ്ഞ് വരുന്നത് എങ്ങനെയാ? കൊട്ടും മേളവും ഒക്കെ ആയിട്ട് എല്ലാവരും ഉല്ലസിച്ചിട്ടാണ് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില പൂജകളൊക്കെ ചെയ്ത് പിന്നെ ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകും. പള്ളി ഉറക്കം, അത് കഴിഞ്ഞ് രാവിലെ പള്ളി ഉണർത്തൽ കഴിഞ്ഞ് പിന്നീട് അവഭൃത സ്നാനം, ആറാട്ടാണ്. ഒരു യോഗശാസ്ത്രമനുസരിച്ചാണ് അതിന് പറയാൻ പറ്റുക. ഒരു യോഗിയുടെ ഒരു അനുഭവമാണ് ഈ അമൃത സ്രാവം എന്നുള്ളത്. അങ്ങനെ ഒരു അനുഭവമാണ് ആ അവഭൃത സ്നാനം കൊണ്ടുണ്ടാകുന്നത്. പൂർവാധികം ഉയർത്തപ്പെട്ട ഒരു ശക്തിവിശേഷത്തോടു കൂടി ആ ഭഗവാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തെ നൽകിക്കൊണ്ട് വിദ്യാം വണ്ണം ഇവിടെ വന്ന് നല്ല സങ്കല്പത്തോടു കൂടി ശുദ്ധികൾ പാലിച്ചുകൊണ്ട് സമർപ്പണ ഭാവത്തോടുകൂടി ഭക്തിയോടുകൂടി വന്ദന, പ്രദക്ഷിണ, നമസ്കാര, സ്തോത്ര പഠന, പ്രസാദ സ്വീകരണങ്ങളാകുന്ന ആചരണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം നൽകുന്നതിന് അത് മാത്രം മതിയാകും. ഇതാണ് ഉത്സവം എന്ന് പറയുന്നത്. അന്നദാനം, പിന്നെ അടുത്തത് അന്നദാനമാണ്. ഇവിടെ വരുന്ന മനസ്സുകളെ തൃപ്തിപ്പെടുത്തുക, അതാണ് അന്നദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ എന്ത് ദാനം ചെയ്താലും നമുക്ക് തോന്നും കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ, അല്ലേ? ഏതോ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടു വന്നതാണ്. പഴയൊരു സിനിമയാണ്. 2 ദിവസത്തെ ഒരുമിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും, അല്ലേ? ഇതുപോലെ എന്ത് കിട്ടിയാലും നമുക്ക് ഇനിയും വേണം എന്ന് തോന്നും. പക്ഷെ ഭക്ഷണമാണെങ്കിലോ, വയറ് നിറഞ്ഞാൽ പിന്നെ എന്ത് പാൽപ്പായസായാലും എന്താ പറയാ, വേണ്ടാന്ന് പറയില്ലേ? ആ വയറ് നിറയുമ്പോൾ നമുക്ക് മനസ്സും നിറയും. അങ്ങനെ നമ്മുടെ സുമനസ്സുകളുടെ മനസ്സ് നിറയ്ക്കാൻ അന്നദാനം ആണ് മഹാദാനമായിട്ട് പറയുന്നത്. അപ്പൊ അന്നദാനം ചെയ്യുക, ഈ 5 കാര്യങ്ങളെ കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. എന്താ പറഞ്ഞത്? ആചാര്യ തപസ ആംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചധ. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കേണ്ട ചുമതല ആരുടെയാ? നമ്മളുടെ എല്ലാവരുടെയുമാണ്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കേണ്ടത്. നമ്മൾ ഇതിൽ പങ്കാളികളുമാണ്. നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് ഇതിന്റെ ഫലത്തെ അനുഭവിക്കുന്നതും. ഇത്രയാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ശാന്തി അങ്ങോട്ട് കടന്നുപോയത് എന്തിനാണെന്നറിയോ? ഈ വാച്ച്മ തൊട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ഞാനതിങ്ങനെ ഇനി ദീർഘിപ്പിക്കുന്നില്ല. നാളെ നടക്കുന്ന കാര്യം, ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു പൂജയെക്കുറിച്ച് പറഞ്ഞു, സർപ്പബലി നടക്കുന്നതിനെ കുറിച്ച് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു. നാളെ നടക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള തത്വഹോമം എന്ന് പറയുന്ന ഒരു വിശേഷമായിട്ടുള്ള ചടങ്ങ് നടക്കും. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി ആചാര്യൻ പറഞ്ഞു തരും നമുക്ക്. ഞാൻ സമയം വൈകിയതുകൊണ്ട് സൂചിപ്പിക്കുന്നില്ല. അതിനുശേഷം അവിടെ മണ്ഡപത്തിൽ രാവിലെ ബ്രഹ്മകലശ പൂജ നടക്കും. ആ ബ്രഹ്മകലശ പൂജ കഴിഞ്ഞ് പരികലശങ്ങളുടെ പൂജ നടക്കും. വൈകുന്നേരം അത് അധിവസിച്ച് ഹോമം എന്ന് പറയും. അത് അടുത്ത ദിവസമാണല്ലോ നമുക്ക് അതിൻ്റെ അഭിഷേകം വരുന്നത്. അപ്പം അതുവരെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അധിവാസ പൂജയും ഹോമവും ഉണ്ട്. അതുമാണ് നാളെ നടക്കുന്നുണ്ടാവുക. ഒക്കെ നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ വളരെ അത്ഭുതമാണ്. ഇത്രയും പേര് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രവിച്ചുകൊണ്ടും ഇതിൽ പങ്കാളികളുമായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് അത് അസുലഭമാണ്. എല്ലാവരുടെയും അങ്ങനെ നമ്മൾ കാണാറില്ല. പ്രണന്തും സ്തോതും വാ കഥം അകൃത പുണ്യ പ്രഭവതി എന്ന് പറയും. പ്രണമിക്കാനും സ്തുതിക്കാനും അകൃത പുണ്യന്മാർക്ക് എങ്ങനെയാ സാധിക്കുക? അപ്പൊ ഇവിടെ വന്നുകൂടിയവരൊക്കെ കൃതപുണ്യന്മാരാണ് എന്ന് സ്വയം മനസ്സിലാക്കണം എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുരുപദത്തിലെ ശ്രീകാന്ത് ഗുരുപദം, അദ്ദേഹം നമുക്ക് വളരെ ഭംഗിയായ ഒരു ക്ലാസ്സാണ് തന്നത്. ഇന്നലെ ക്ഷേത്രം എന്താണെങ്കിൽ ഇന്ന് ക്ഷേത്ര ചൈതന്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ശ്രീകാന്ത് ഗുരുപദം വിദ്യാനികേതൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ധാരാളം ക്ലാസ്സുകൾ എടുക്കാൻ കേരളം മൊത്തം പോകുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ശ്രീനാഥ് ഗുരുപദം അവർക്ക് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ സർപ്പപൂജയാണ്. സർപ്പപൂജയെ പറ്റി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ശാന്തി നിങ്ങളോട് പറയും. അവിടെ പൂജകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടുന്ന് വരിയായി പോവുക. അവിടെ ചെന്ന് തൊഴുത് നിങ്ങൾക്ക് നെയ്ത്തിരി കയ്യിൽ തരും. നേരത്തെ പറഞ്ഞല്ലോ, ആ തിരി കത്തിച്ച് ശരീരത്തിന് ഒഴിഞ്ഞ് അവിടെ പോള വെച്ചിട്ടുണ്ടാവും. ആ പോളയിൽ വെക്കുക സർപ്പങ്ങളുടെ മുന്നിൽ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. രാഹുദോഷം, സർപ്പദോഷം,
ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, സന്താന ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറിപ്പോണേന്ന് നാഗരാജാവേ നാഗേക്ഷി അഷ്ടനാഗങ്ങളെന്ന് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് തിരി അവിടെ വെക്കണം കേട്ടോ. ഇവിടുന്ന് വരിയായിട്ട് പോവാം. ഇവിടുന്ന് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരി